നയനയോട് ചെറിയമ്മ വന്നിട്ട് പറയാണ്, ചെറിയച്ചനും എനിക്കൂടി ഓരോ ഗ്ലാസ് ലൈറ്റായിട്ട് ചായ തരുമ്പോളേയും ചോദിക്കുമ്പോൾ അതിനെന്താ ചെറിയമ്മേ, ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാമല്ലോ എന്ന് നയന പറയാണ്. അങ്ങനെ നയന ആ ചായ എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ജലജ നിൽക്കുകയാണ്. ജലജ പറയാണ്, ആ ഒരു ചായ ഇങ്ങി തന്നെ പറയുമ്പോൾ, അയ്യോ അത് അപ്പച്ചി ചെറിയമ്മയും ചെറിയച്ചനും ലൈറ്റായിട്ട് ചായ ചോദിച്ചതാ. ചെറിയമ്മ ഇത് കുടിക്കാറില്ലല്ലോ, ചെറിയമ്മ എപ്പോഴും സ്ട്രോങ് അല്ലേ കുടിക്കാറ്, ഞാൻ ഇതുകൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പം അതൊന്നും പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞ് എടുക്കാൻ പോകുമ്പം നയന അത് വലിച്ചിട്ട് പറയാണ്, അയ്യോ സോറി ഇല്ല, അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് ഇപ്പം തന്നെ വരാം. എങ്കിൽ ശരി, നീ ഇതോടെ വെച്ചിട്ട് എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നിട്ട് നീ ഇതും കൊണ്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ നയന ചോദിക്കുകയാണ്, എന്തിനാ ചെറിയമ്മ ഇങ്ങനെ വാശെടുക്കുന്നത്, ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് ഇപ്പം തന്നെ വരാം, ഇല്ലെങ്കിൽ ഇത് തണുത്ത് പോയില്ലേ, തണുത്ത് പോയാലും ശരി നീ ഇതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്നു. അപ്പോഴേക്കും നയന പറയണം, സോറി എനിക്കതിന് പറ്റില്ല വല്യമ്മയെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആ ഡ്രൈയുമായിട്ട് ചായയുമായിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയിട്ട് ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും ആ ചായ കൊട്ട കൊടുത്തിട്ട് തിരിച്ചു തരികയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ മനസ്സിൽ കരുതാണ്, ആഹാ നിനക്ക് എന്നെ പുല്ല് വിലയാണല്ലേടി, ആദ്യം അതുപോലെ ബാക്കിയെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇതിന് തലയെ കെറ്റി വെക്കുന്നുണ്ട്, നിനക്കൊരു അഹങ്കാരമായിരിക്കും, ആ അഹങ്കാരമില്ല ഞാൻ ഇന്നത്തോടുകൂടി തന്നെ മാറ്റിത്തരാം എന്നും പറഞ്ഞിട്ട് ജലജ പറയാണ്, നീ ഇവിടെ ഉണ്ടായാലല്ലേ നിനക്ക് ഈ അഹങ്കാരമൊക്കെ ഉണ്ടാവുള്ളൂ, നീയുള്ളതുകൊണ്ട് ആദർശനും നവ്യനെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റാത്തതും അവരൊന്നും ചെയ്യാൻ സാധിക്കാത്തതും ഫസ്റ്റ് തീർക്കേണ്ടത് നിന്നെയാണ് എന്നും പറഞ്ഞിട്ട് ജലജ പറയാണ്, നീ എൻ്റെ കയ്യിൽ പെടാതെ പോവോ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം നയന സ്റ്റോർ റൂമിൽ മിക്കവാറും പോകാറുള്ളതാണല്ലോ. അപ്പോൾ സ്റ്റോർ റൂമിൽ ഈ ഫാൻ കേടായി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ഒരാളെ വിളിക്കുന്നുണ്ട്, ഇലക്ട്രീഷ്യനെ. അങ്ങനെ ആ ഇലക്ട്രീഷ്യൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇലക്ട്രീഷ്യൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതെല്ലാം അഴിച്ചിട്ട് കഴിയുമ്പോഴേക്കും പറയാണ്, ഇതിൻ്റെ ഒരു സ്വിച്ച് മേടിക്കാൻ ഞാൻ മറന്നുപോയി, ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനോട് പറഞ്ഞിട്ട് പോവാണ്. ആ സമയത്ത് ആരും ആ മുറിയിൽ കയറി ഈ സ്വിച്ചിലും തൊടാതെ നോക്കണേ, ഇതെല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അയാൾ പോകുന്നത്. അപ്പോൾ ഇത് ജലജ കേൾക്കുന്നുണ്ട്. ജലജ ഓർക്കാണ്, ഇത് തന്നെയാണ് പറ്റിയ അവസരം, അവളെ തീർക്കാൻ ഇതിലും നല്ല അവസരം വേറെ വീണ് കിട്ടില്ല. എൻ്റെ മോനോ ആ പൊട്ടനോട് പറഞ്ഞാൽ അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജലജ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും അവളെ ആ മുറിയിലേക്ക് പറഞ്ഞു വിടണം എന്ന്. അപ്പോഴേക്കും നയനയാണെങ്കിൽ ടെറസിൽ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ പോയിട്ട് പറയുകയാണ്, എനിക്ക് നല്ല തലവേദന, വിക്സ് തപ്പിട്ടെങ്ങും കണ്ടില്ല, നിൻ്റെ മുറി വിക്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയാണ്, അത് വിക്സ് ഉണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചെല്ലു നോക്കുമെന്ന് പറയാണ്. അങ്ങനെ നയന മുറിയുടെ അകത്തേക്ക് സ്റ്റോർ റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് വിക്സ് എടുത്തുകൊണ്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ അവൾ ആ വിക്സ് തേക്കുന്നു. എന്നിട്ട് ഓർക്കുകയാണ്, ശരി അവളെ ഫാൻ ഇടുമെന്ന് ഞാൻ കരുതി, ഇത്ര വെയിലത്ത് നിന്ന് തുണി വിരിച്ചിട്ടും അവൾക്ക് ഫാൻ ഇടാൻ തോന്നിയില്ലേ എന്നും പറഞ്ഞിട്ട് ജലജ ഓർക്കുകയാണ്, മറ്റെന്തെങ്കിലും പ്ലാനിങ് പ്രയോഗിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ആ തുണിയെല്ലാം നയന വിരിച്ചു കഴിയുമ്പോഴേക്കും ഇത്രയും നേരം വെയിലത്ത് നിന്നല്ലേ, മുറിയിൽ പോയി AC ഇട്ട് കുറച്ചൊരു റെസ്റ്റ് എടുക്കുമെന്ന് പറയുമ്പോൾ ഞാനങ്ങനെ പകൽ കിടക്കാറില്ല, അത് മാത്രമല്ല ഈ വെയിലൊക്കെ കൊണ്ട് എനിക്ക് നല്ല ശീലമുണ്ട്, എനിക്കതിലൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് താഴെ കിച്ചണിലേക്ക് തന്നെ പോവാട്ടോ നയന. അപ്പോഴേക്കും അവൾ ജലജ ഓർക്കുകയാണ്, ഇതെന്താ ഓല ഉരുക്കുമല്ല ആണോ, ഇത്രയും വെയിലത്ത് നിന്നിട്ട് നമുക്ക് ഫാൻ്റെ കീഴിലോ AC കീഴിലോ പോകണ്ടാന്ന്, എന്തൊരു ജന്മമായത് എന്നും പറഞ്ഞിട്ട് അവളുടെ കൂടെ തന്നെ താഴേക്ക് പോവാണ്. എന്നിട്ട് ജലജ ഓർക്കാണ്, ആ മുറിയിലേക്ക് കയറി അവൾ എങ്ങനെയെങ്കിലും ഫാൻ ഇടണം, അത് ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് അവളെ ആ മുറിയിലേക്ക് പറഞ്ഞുവിടാമെന്ന് അങ്ങനെ ജലജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ജലജ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആ സ്റ്റോർ റൂമിനുള്ളിൽ അയാൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടിട്ടാണ് പോയത്. അപ്പോൾ അവൾ ഓർക്കുകയാണ്, ഇത് തന്നെ പറ്റിയ അവസരമെന്ന്. അപ്പോൾ ആ ഹാളിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജലജ നയനോട് പറയണം, നയന നീ കണ്ടില്ല സ്റ്റോർ റൂമിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത്, അതങ്ങ് ഓഫാക്കിയിട്ട് വായെന്ന് പറയുമ്പോൾ ആരോട് ലൈറ്റ് ഇട്ടത് ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ നിനക്ക് ഒരു ശ്രദ്ധയുമില്ല, അല്ലെങ്കിലും നീ ഇപ്പോൾ വിക്സ് എടുക്കാൻ പോയപ്പോൾ ഇട്ടതായിരിക്കും എന്ന് പറയുന്നു. അപ്പോഴേക്കും നയനെ പറയണം, അല്ല ഞാൻ വിക്സ് എടുക്കാൻ ഇപ്പോൾ പോയപ്പം ലൈറ്റ് ഇട്ടതുമില്ല, അതിനെക്കുറിച്ച് ഞാൻ ഓർത്തില്ല, ഇരിക്കുന്ന സ്ഥലം അറിയാവുന്നുണ്ട്, ഞാൻ പോയി അങ്ങ് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ, അവിടെ ചെന്ന് തപ്പിയപ്പം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, ഞാനതങ്ങ് എടുത്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ, ഞാൻ ലൈറ്റ് ഇട്ടില്ല എന്ന് പറയുമ്പോൾ നീ എന്തിനാ ആവശ്യമില്ല തർക്കുത്തരം പറയുന്നത്, ഇത്രയും വലിയ വീട്ടിൽ എന്തുമാത്രം കറണ്ട് ബില്ല് ഒരു മാസം വരുന്നതെന്നറിയാവോ, എല്ലാവരും ശ്രദ്ധിച്ചാലല്ലേ പറ്റുള്ളൂ, നീ പോയിട്ട് ആ മുറിയിൽ ലൈറ്റും ഓഫാക്കിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം നയനെ പറഞ്ഞ് മുറിയിലേക്ക് വിടുകയാണ്. അങ്ങനെ നയന മുറിയിലേക്ക് ചെന്ന സ്വിച്ചിൽ തൊട്ടതേ നയനയ്ക്ക് ഷോക്ക് അടിച്ച് വലിയ വാലിനെ കാറുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് അവളാണെങ്കിൽ ജലജ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആ സോഫയിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ആ ശബ്ദം കേട്ടുകൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും ഓടി വരുമ്പം ജലജയും അയ്യോ എന്താ സൗണ്ട് കേട്ടേന്ന് പറഞ്ഞിട്ട് ആ മുറിയിലേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ. നയന ഷോക്ക് അടിച്ചിട്ട് തെറിച്ച് താഴെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ ഓടി വന്നിട്ട് അയ്യോ എൻ്റെ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് പോകുന്നതിന് താഴെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശം മോൾ വന്നിട്ട് നയനെ വിളിക്കുന്നുണ്ട്, നയന എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചെറിയമ്മ കൊണ്ടുവന്ന് വെള്ളമൊക്കെ തളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്നും നയനയ്ക്ക് ബോധം വരുന്നില്ല.
എന്താ പറ്റിയ മുത്തശ്ശ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ഈ മുറിയിലെ ഫാൻ എന്തോ സ്വിച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രീഷ്യൻ വന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. അയാൾ ഈ മുറിയിലെ സ്വിച്ച് ആരും തുടരുതെന്ന് പറഞ്ഞിട്ട് പുറത്തേക്കൊരു സാധനം മേടിക്കാൻ പോയതാ. എല്ലാവരോടും ഞാൻ പറഞ്ഞതല്ലേ ഈ മുറിയിലേക്ക് കയറി വരരുതെന്ന്. നയനോട് ആരും പറഞ്ഞില്ല ചോദിക്കുമ്പോൾ ചെറിയമ്മ പറയാണ്, അത് മുത്തശ്ശ ഈ സമയത്ത് അവൾ ഇങ്ങോട്ട് വരുമെന്ന് കരുതിയില്ല, അവളെ മേളിൽ തുണി വിരിക്കുകയായിരുന്നു, അതുകൊണ്ടാ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരെയും അശ്രദ്ധ. ഇപ്പം എന്ത് സംഭവിച്ചതിനെ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കും, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് ആദർശ് പറയാണ്. അപ്പോഴേക്കും അനി പറയാൻ കേട്ടോ, അയ്യോ ചേച്ചിക്ക് ശ്വാസമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ മൂക്കിലൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാണ്, ശ്വാസം നിന്ന് പോയ പോലെ തോന്നുന്നുണ്ട് ആദർശമായിട്ട്, ആ ശ്വാസം കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കാണ്, ഞാനോ, നീ എന്തായി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, പിന്നെ നീ അല്ലാതെ ഞങ്ങൾ ആരിലും കൊടുക്കാൻ പറ്റുമോ, ശ്വാസം കൊടുക്കടാ. അപ്പം ചെറിയമ്മ പറയാണ്, CPR കൊടുക്കുക, പെട്ടെന്ന് വേണം, എന്നിട്ട് നമുക്ക് ആംബുലൻസിനെ വിളിക്കാം, ആംബുലൻസ് വരുന്ന സമയം കൊണ്ട് നമുക്ക് CPR കൊടുക്കാം എന്നൊക്കെ പറയുന്നു. ആദർശാണെങ്കിൽ ആകെപ്പാടെ എല്ലാവരും മൂലം അല്ലാതെ ചളിയായി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജലജ അങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്, ഈശ്വര ആംബുലൻസ് ഇപ്പോഴെങ്ങും വരല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇപ്പോഴെങ്ങും ബോധം വരികയില്ല, അവൾ രക്ഷപ്പെടുകയില്ല, എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം നയനെ ഷോക്കടിച്ച് തെറിച്ച് വീണിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആംബുലൻസിനെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ജലജ പോയി വിളിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. ലൈനൊന്നും കണക്റ്റ് ആവുന്നില്ല, ഒരു ആംബുലൻസിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന പോലെ എല്ലാവരും മുമ്പിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴേക്കും ആദർശ് എന്നിട്ടും ഈ കൃത്രിമ ശ്വാസം കൊടുക്കാൻ അവൻ തയ്യാറാവുന്നില്ല കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എല്ലാവരും ആ മുറിയിൽ നിന്നും ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിക്കുകയെന്ന് പറഞ്ഞിട്ട് സ്റ്റോർ റൂമിൻ്റെ മുറിയിൽ നിന്നും എല്ലാവരെയും പുറത്തിറക്കുകയാണ്. എന്നാൽ ആദർശിനെ എല്ലാവരും മുമ്പിൽ വെച്ച് ചമ്മലായിരുന്നു കേട്ടോ. അതിനുശേഷം ആദർശ് കൃത്രിമ ശ്വാസം നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നയനയ്ക്ക് ചെറുതായിട്ടൊന്ന് ബോധം വരുന്നേ ഉള്ളൂ, എന്നാൽ ശരിക്കൊരു ബോധമൊന്നും വരുന്നില്ല. ആ മയങ്ങിയ ബോധത്തിലും ആദർശിൻ്റെ കണ്ണുകൾ നയനെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു ചെറിയൊരു മൈൻഡിൽ ആദർശിൻ്റെ കണ്ണുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആദർശം വീണ്ടും വീണ്ടും CPR കൊടുക്കുകയും ചെസ്റ്റിൽ പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നയനയ്ക്ക് വലിയ രീതിക്കുള്ള മാറ്റമൊന്നും വരുന്നില്ല. ഇത് കണ്ടിട്ട് എല്ലാവരും ആകെപ്പാടെ പേടിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ജലജയോട് ചോദിക്കുകയാണ്, ഇതുവരെ ആംബുലൻസ് കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ കിട്ടിയില്ല എന്ന് പറയാണ്. അപ്പോഴേക്ക് ആദർശ് പറയാണ്, അച്ഛാ നമുക്കിനി വെയിറ്റ് ചെയ്തിരിക്കേണ്ട, നമുക്ക് കാറിൽ തന്നെ കൊണ്ടുപോകാമെന്ന് പറയാൻ മുത്തശ്ശൻ പറയണം. ഈ ട്രാഫിക്കിനിടയിൽ എങ്ങനെ എത്രയും ദൂരം നമ്മൾ ഇവളെയും കൊണ്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നയനെ എടുത്തുകൊണ്ട് ആദർശ് വെളിയിലേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ദേവാനിക്ക് ഒട്ടും സഹിക്കുന്നില്ല ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടിട്ട്. അപ്പോഴേക്കും ചെറിയമ്മ പറയാണ്, ദേവ്യാനി നീ കൂടെ ചില്ലെന്ന് പറയുമ്പോൾ ഞാനതിന് അവിടെ കൂടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ചെറിയമ്മയും ചെറിയച്ഛനും ആദ്യം അച്ഛനും കൂടിയിട്ട് നയനയും കൂട്ടി ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി അവിടെ നിന്ന് ദേവ്യാനോട് പറയണം, ദേവ്യാനി മരുമകൾ എന്ന് പറഞ്ഞത് മറ്റൊരു മകളാണ്, എനിക്ക് നീയും ജലജയും അതുപോലെ തന്നെ എൻ്റെ ജാനകിയും എല്ലാവരും മകളെപ്പോലെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ആദ്യം ഓടുന്നത് ഞാനായിരിക്കും. ആ മോൾക്ക് ജീവൻ കിട്ടുമെന്ന് പോലും അറിയാതെ എല്ലാവരും എടുത്തോണ്ട് ഓടിയപ്പോൾ ജാനകി നിന്നെ വിളിച്ചതല്ലേ വരാൻ പറഞ്ഞിട്ട്, എന്തൊരു കല്ല് മനസ്സാണ് നിൻ്റെ, ഇനി മേലെ നീ അവിടെ മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ദേവ്യാനോട് പിണങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ നയനയ്ക്ക് ചെറിയൊരു ബോധമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓക്സിജനൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നയന ഓൾറൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഇങ്ങനെ ആദർശം അടുത്തിരിക്കുമ്പോൾ ആദർശിൻ്റെ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട് മുറുകെ, ആദർശം തിരിച്ച് നയൻ്റെ കയ്യിലിങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി ഒരുപാട് വീഡിയോ ലെങ്തായി പോയി. ഇതിൻ്റെ ബാക്കി സ്റ്റോറി നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ജലജാണ് ചെയ്തതെന്നുള്ള കാര്യം ആദർശ് കണ്ടുപിടിക്കുകയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.